അതിന്റെ അപ്പുറത്ത് കരിമ്പ്, ഇവിടെ വയല്. അയ്യോ ജമന്തി തോട്ടം. വെൽക്കം ടു മുംബൈ ഹൈവേ. ഗായ്സ്, ഇവിടെ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇവിടെ ഒരു ബസ് മറിഞ്ഞ് പടത്തേക്ക് കിടന്നു. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കുക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലം നോക്കി പോണേണ്. ടേബിൾ വിത്ത് ചെയർ. നമുക്ക് ബിരിയാണി. പുലാവുണ്ട്. അയ്യോ ഗൈസ്, ചേച്ചിയുടെ അളിയന്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. ഇതൊക്കെയാണ് കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴുള്ള കലാപരിപാടികൾ. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനാണ് ഞങ്ങളെ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. ഞങ്ങളിത് റൂമിന്റെ താഴെ നോക്കിക്ക് മൊത്തം അടുകള്. ഇത്രയും ആളുകളെ കൊണ്ട് ഇങ്ങനെ പോകുന്ന റോട്ടിൽ കൂടെ നോക്കിയോട്ടെ. ഗൈസ്, ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മുടെ റൂമിലെ താഴെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇഡലി ആയിട്ടാ പറഞ്ഞു. ഇവിടുത്തെ ഇഡലി ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ഇഡലി പോലെയല്ല, ഒരു വെറൈറ്റി ഇഡലിയാണ്. ചേട്ടാ ഇവിടെ കേസരി പറഞ്ഞിട്ടുണ്ട്, അതും കൊള്ളാട്ടാ. ഗൈസ്, അപ്പം കേരള ടു കാശ്മീർ ട്രിപ്പിന്റെ ഡേ 2 എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് സ്ഥലത്തിന്റെ പേര് ഷിമോഗിന്ന് പൂനെ ഇന്നെത്തുമോ? പൂനെ ഇന്നെത്തില്ല. ഇന്ന് അടുക്കുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം ഇന്ന് പൂനെ വരെ 73 കിലോമീറ്റർ ഉണ്ട്. 700 എത്ര ഇല്ലേ, അത്ര ഉണ്ട്. നമുക്ക് അവിടെ 400 കിലോമീറ്റർ വരെ ഡ്രൈവ് ചെയ്യും. എന്നിട്ട് പിന്നെ നാളെ പൂനെ പിടിക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വെറൈറ്റി ഇഡലിയൊക്കെ കഴിച്ചിട്ട് അല്ലേ ഇറങ്ങിയത്. നൈസ് ഇഡലി, വേറൊരു ഷേപ്പിലുള്ള ഇഡലി. ഞങ്ങള് പോകുന്ന 2 സൈഡിലും പാടമാട്ടോ. പാടമില്ലല്ലോ ഇപ്പൊ, പാടമായിരുന്നു. നല്ല പാടമായിരുന്നു കേട്ടോ. നല്ല പച്ച വിരിച്ച പാടം 2 സൈഡിലും. അതേപോലെ ഇന്നലത്തെ പോലത്തെ റോഡൊന്നും അല്ല, നല്ല കിടിലൻ റോഡാണ്. റോഡ് കാണിച്ചു തരാം, കണ്ടോ? ഇന്നലെ എന്റെ പൊന്നെ കട്ടറാടി എന്റെ എല്ലാം ഇളകി. ഇനി അങ്ങോട്ട് നല്ല റോഡായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളൊന്നും വെക്കണ്ട, ചിലപ്പോ ഇനിയും കട്ടറോടൊക്കെ കാണും. നമുക്ക് 100 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴാണ് മറ്റേ മുംബൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് എത്തുന്ന പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടായി. നമ്മള് നല്ല ഹൈവേ കണ്ടപ്പോ പക്ഷെ ഹൈവേ കയറി കണ്ടായിരുന്നല്ല, കുറച്ച് ദൂരം ഹൈവേ ഓടിക്കും, പിന്നെ ഇറങ്ങും. പിന്നെ ടോള് വരാൻ നേരത്ത് വീണ്ടും ഹൈവേ കയറും, ടോൾ കൊടുക്കും, വീണ്ടും ഇറങ്ങും. അങ്ങനെയായിരുന്നു അല്ലേ? പിന്നെ എന്തായാലും ഇവിടെ അടിപൊളി കുക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേനും തണലൊക്കെ നോക്കി നല്ലൊരു സ്ഥലത്തൊക്കെ നിർത്തി ഫുഡൊക്കെ ഉണ്ടാക്കി പോയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. കണ്ടോ പാടം? ചേട്ടനെ കൊണ്ട് ഞാൻ ഒത്തിരി വർത്താനം പറയിപ്പിക്കുന്നില്ല, കാരണം ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ അറിഞ്ഞു പോലും ഇല്ല, അത് വേറെ കാര്യം. ഞാൻ ചെന്നപാടെ ഉറങ്ങിപ്പോയി, എനിക്ക് വയ്യായിരുന്നു. ചേട്ടായി വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ കിടക്കാന്ന് വിചാരിച്ചു. അതിനപ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങി വരും, ചുമ വരും, കഫം തുപ്പാമ്പും. ഇത് തന്നെ ചുമ മാറണേ ഇല്ല. മരുന്നിനെ കുറിച്ച് നോക്കിയ രക്ഷയില്ല. ഒത്തിരി വർത്താനം പറയുമ്പോഴത്തേക്കും തൊണ്ടല് വീണ്ടും ഇങ്ങനെ സ്ക്രാച്ച് ആയ പോലെ ഒരു ഫീലാണ്. അപ്പൊ ഭയങ്കരമായിട്ട് ചുമ വരും. ഇപ്പൊ ചുമ എന്ന് പറഞ്ഞാല് ചെറിയ ചുമ, വൃത്തിയിട്ടൊന്നില്ലടി, നെഞ്ചിന്റെ അകത്തുനിന്നല്ലേ ചുമ. ഒന്ന് വേഗം ശരിയായാൽ മതിയായിരുന്നു ചുമ. നോക്കി എന്ത് രസമാണെന്ന് നോക്കി അങ്ങോട്ട് പാടശേഖരം. വാവ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാ, കാഴ്ചകളൊക്കെ കണ്ടുപോകും. അതെ, രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാവിലെ ഇപ്പോഴും തണുപ്പ് തന്നെ. എത്ര 22 ഡിഗ്രിയേ ഉള്ളൂ കേട്ടോ. എന്തായാലും നല്ല കാലാവസ്ഥ, ചൂടൊന്നുമില്ല. ഇനിയിപ്പോ ഉച്ചയാകുമ്പോ അറിയില്ല, എന്നാലും ഇന്നലെ ആണെങ്കിലും അല്ല 26 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സീനില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പൊ വെയില് വന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ല. ആകെ ഇപ്പൊ ഒന്ന് റെസ്റ്റ് എടുത്ത എന്റെ തൊണ്ട ശരിയായി വരുമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ അധികം സ്ട്രെയിൻ ചെയ്യാതിരിക്കണേണ്. വഴി കിടക്കണ കിടപ്പൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഭ്രാന്തുള്ളവര് ഇങ്ങനെയൊക്കെ പറയൂ. ഇടക്കൊക്കെ ഓരോ ക്യാമറാസ് കണ്ടിട്ടാ
പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഒന്നുമില്ല. നമ്മുടെ അടുത്ത പോലെ അടിച്ചു വന്ന പോലെ ഒന്നും എന്തായാലും വരാൻ ചാൻസ് ഇല്ല. അധികം വണ്ടികളുമില്ല, വലിയ വണ്ടികളൊന്നുമില്ല, വലിയ തിരക്കില്ല. ഈ ബനിയാൻ അടിപൊളിയാട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്. ട്രാവൽ ചെയ്യുമ്പോ ഇങ്ങനത്തെ ഒക്കെ ടീഷർട്ട് ഇടുവാണെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും ഇരിക്കാൻ വേണ്ടിട്ട്. കാരണം നമ്മള് ഭയങ്കര വൈകുന്നേരം വരെ ഓടിക്കണ്ടേ. നല്ല റോഡെന്ന് പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പേ തുടങ്ങിയിരിക്കണു. ആദ്യം ഒന്ന് ഉഷാറാക്കി പിന്നെ തളർത്തി കളഞ്ഞു. നല്ല റോഡാന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ, പക്ഷെ കട്ടറാണ് ഗൈസ്. ഇതിന്റെ ഇടയിലെ വലിയ വലിയ കുഴികളുണ്ട്. അത് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണേ. എനിക്ക് പോയ നമ്മുടെ ട്രാവൽ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞിട്ട കാര്യം ട്രാവൽ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞത് കുഴികൾ ശ്രദ്ധിക്കണമെന്നാണ് അല്ലേ. അയ്യോ നല്ല റോഡായിട്ടൊക്കെ തോന്നും, വലിയ വലിയ കുഴികളുണ്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. മരങ്ങളൊക്കെ ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ വെട്ടി 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 നിർത്തിയേക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതുണ്ടോ, ഇതൊക്കെ പുളിമരം. ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെട്ടി 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 രണ്ട് സൈഡിൽ നിന്ന് മരം വരുമ്പോ ഇങ്ങനെ മരത്തിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയുള്ള ഫീലാ. നല്ല രസമുണ്ട്. ചേട്ടയ്ക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ട്. തൊണ്ടൊന്നും ശരിയാണ്. അതെ, ചേട്ടയ്ക്ക് വേറെ നേർത്തിയില്ലാത്തോണ്ട് ചേട്ടൻ മിണ്ടാതിരിക്കാന്. കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ആവുന്ന വിചാരിക്കാം അല്ലേ. സ്ട്രീറ്റ് ലൈനിന്റെ ഡിസൈൻ ഒക്കെ നോക്കി നല്ല രസമുണ്ടല്ലോ. രാത്രി നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിട്ട്. വർക്കായാ മതിയായിരുന്നു. നമ്മുടെ നാട്ടിൽ പോലെ വർക്കാവാത്ത ലൈറ്റുകളാണാവോ. ഇതെന്താണ്, ഓട്ടോറിക്ഷ? ഇതെന്താ ഇത്? ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യാൻ നമുക്ക് ഓട്ടോ ലൈഫ് കൊടുത്താലോ. ഇത് കൊള്ളാലോ. പയ്യത്തോളന്നുള്ളു ഓട്ടോയാണ് മോനെ. അതിന്റെ മുകളിൽ എന്താ ബെഡാ, എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ പറയണ. നമുക്കറിയില്ല അർത്ഥമായിട്ട്. അങ്ങനെ ഭയങ്കര രസം. സ്കൈ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല രസമായിട്ടാ എല്ലാ ഇതും കണ്ടിങ്ങനെ പോവാൻ. രണ്ട് സൈഡിലും പാടം, അറ്റത്ത് സ്കൈ. ഇതൊക്കെ അവിടെ ഒരു പുഴയുണ്ട്, കാണാവോ ഗോയ്സ്? ഭയങ്കര ഭംഗിയുള്ള വഴി. കൃഷിയായിട്ട് ഫുള്ള് കൃഷിയാ. നല്ല രസാ. അതിന്റെ അപ്പുറത്ത് ചോളം. ഇതുണ്ട് ഒരു മഞ്ഞ കളർ, അത് ചോളം. ഇതെന്തോ തെങ്ങല്ലേ, കവുങ്ങ്, അങ്ങനെ എന്താണ്ട് ഒരു സാധനം. അതിന്റെ അപ്പുറത്ത് കരിമ്പ്, ഇവിടെ വയല്. അയ്യോ ജമന്തി തോട്ടം, ജമന്തി പൂക്കൾ. അതെ, ഇതാ കാണുന്ന ഓറഞ്ച് ആണത് ജമന്തി തോട്ടാ. ഇത്ര വൈഡായതുകൊണ്ടാണ് ഗൈസ്, ക്ഷമിക്കുക. ഇനി വരും. നമുക്ക് അടുത്തായിട്ട് റോഡിന് സൈഡായിട്ട് വല്ല ചെമന്തി പൂക്കളൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ആക്കാം. അതെ, അവരുടെ ഫ്രണ്ടിലേക്ക് പോവാം നമുക്ക്. അവരെ ഒരു ജെറ്റോസ്കിയാണ്. അവർക്ക് ചെറിയ കട്ടറൊന്നും ഒരു പ്രശ്നമേ ഇല്ലാത്തോണ്ട് അവര് പറക്കുവാണ് ഗൈസ്. പൊട്ടിത്തെറിക്കൊന്നും കത്തുടിക്കൊന്നുമില്ലല്ലോ. ഈ സ്പ്രേ അടിക്കുമ്പോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഫ്ലെയിമകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനൊക്കെ ആൽക്കഹോൾ ഉണ്ടാവും സ്പ്രേനൊക്കെ. പിന്നെ ആൽക്കഹോൾ ഒന്നും ഉണ്ടാവില്ല. അറിയത്തില്ല കേട്ടോ. ഇതിന് കയ്യിലടി ഇങ്ങനെ അടിച്ചിട്ട് ചേട്ടാക്കി തൂത്ത് തരാം നല്ലത്. ഓഫ് ചെയ്താ പോലെ. നമ്മുടെ പ്ലമ്മിന്റെ SPF ആണ്. ഇത് SPF 50 ഉണ്ട്. ഇതെനിക്ക് സജസ്റ്റ് ചെയ്ത് നമ്മുടെ ആലിസേജിയാണ്. ആലിസേജി വെയിലത്തൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ ഇടുന്ന SPF ഇതാട്ടോ. ചേച്ചി പറഞ്ഞ വെയിലത്ത് പോയാലും അങ്ങനെ ഭയങ്കര ഒന്നും നമുക്ക് സൺബേൺ അങ്ങനെ ടാൻ ഒന്നും അടിക്കത്തില്ല. നല്ല കിഡിൽ SPF ആണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ചേച്ചി പറഞ്ഞത് പ്രത്യേകം മേടിച്ച SPF ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് SPF മുഖത്തിട്ട് കൊടുക്കാം. കാരണം മേത്തടിക്കുന്ന സാധനങ്ങളൊന്നും നമ്മൾ മുഖത്തിടാൻ പാടില്ല. ഫേസിന് വേണ്ടി നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് SPF യൂസ് ചെയ്യണം. ഇത് എൻ്റെ ചാനലിലല്ലോ, ഇതൊക്കെ ഞാൻ എന്റെ ചാനലിൽ ഇടാൻ വെച്ചതാ. എന്നാലും കുഴപ്പമില്ല. ഹൈവേയിലേക്ക് എത്താറായി. ഇപ്പൊ പറഞ്ഞത് SPF മുഖത്തും കഴുത്തിലൊക്കെ ഇടുമ്പോ നന്നായിട്ട് അങ്ങോട്ട് ഇടുക.
Guys, ഇന്ന് നമുക്ക് ചേട്ടയെ കുറച്ച് ചേട്ടാ SPF ഇട്ട് എന്നിട്ട് ബാക്കി കഥ പറ. ഇവര് പോക്കിട്ടൊക്കെ വെച്ച് കളിക്കാണ്. എന്റെ ഗ്ലാമർ പോവാതെ കാത്ത് സൂക്ഷിക്കാനാണ് കൊച്ചു. ഇതാണോ ഹൈവേ? ആ അതാ അവിടെ ഹൈവേ. ഗൈസ് നമ്മള് മുംബൈ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. നമ്മളിതാ മുംബൈ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നു. വെൽക്കം ടു മുംബൈ ഹൈവേ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളെപ്പോ സൂപ്പറാന്ന് പറഞ്ഞ ഹൈവേ കയറിയാലും അപ്പൊ തന്നെ ഒന്ന് ഇറങ്ങേണ്ടി വരാറുണ്ട്. ഇതെങ്ങനെ ആയിരിക്കില്ല, ഇതൊരു അറ്റപ്പോക്ക്. ഇനി സ്റ്റോപ്പ് പൂനെയിൽ നിന്ന്. ഇനി നമുക്ക് ഒരു കിടില 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇനി നല്ലൊരു സ്പോട്ട് നോക്കി നിർത്താം. തണലൊക്കെ ഉള്ള നല്ല സ്പോട്ട് നോക്കി നിർത്താം. നമുക്ക് ഹൈവേ നോക്കിയോടെ ആറുവരിപ്പാത. ഇതായിരിക്കും നമ്മുടെ കൊച്ചിയിൽ വരുന്നത്. ഓക്കേ, ചിലയിടത്ത് 6 വരെ വരും സ്ഥലമുള്ള. ഇത് കൂടാതെ ഈ സൈഡിൽ സർവീസ് റോഡ് പോകണമല്ലോ. സർവീസ് റോഡ് പോകണം. തേടി സർവീസ് റോഡിൽ മൊത്തം തെറ്റാക്കണം. സർവീസ് റോഡിൽ ഫുള്ള് നെല്ലുണക്ക, ഗോതമ്പ് അല്ലല്ല ചോളം ഉണക്കാൻ വേണ്ടി ഇട്ടേക്കും കേട്ടാ സർവീസ് റോഡ് ഫുള്ള്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് വേളാങ്കണ്ണി പോയപ്പോൾ ഓർക്കുന്നില്ലേ? പണ്ട് വേളാങ്കണ്ണി പോയപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ സർവീസ് റോഡിലും സാധനങ്ങൾ ഇങ്ങനെ കൃഷി സാധനങ്ങൾ ഉണക്കാൻ ഇട്ടേക്കുമായിരുന്നു. ഇവിടെ സ്ഥിരമാണെന്ന് തോന്നുന്നു കേട്ടാ. രക്ഷയില്ലാത്ത വഴി കേട്ടാ. നമ്മളൊരു 90 കിലോമീറ്ററിൽ ക്രൂസ് ഇട്ട് ഇങ്ങനെ പിടിച്ചേക്കണ വെറുതെ. ഇനി ഒരു 90 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇനിയൊരു എന്തോ ഒരു റൗണ്ട് അബൌട്ടാ എന്തോ ഉണ്ട്. ഒരു നമുക്ക് അവിടെ ഇനി ഒരു സ്റ്റോപ്പ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. ഇറങ്ങണമെങ്കിൽ തന്നെ അല്ലേ, ഹൈവേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. പുറത്തേക്ക് ഇറങ്ങാൻ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും കാരണം ഇതുണ്ട്. ഇതൊക്കെ ഇപ്പുറത്തോട്ടൊക്കെ നോക്കി അതൊക്കെ വില്ലേജസ് നോക്കി. ആ സൈഡിലൊക്കെ കുറെ വില്ലേജസ് ഉണ്ട്. ശരിക്കും അങ്ങോട്ടൊക്കെ ശരിക്കും ഇടക്കൊക്കെ ഒന്ന് പോകണം. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മളൊന്ന് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ കുറെ വില്ലേജിന്റെ ഭംഗികളൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മളിതൊരു ട്രയൽ അടിച്ച് ഇനിയിപ്പോൾ അടുത്തൊരു വരവ് വേറൊരു ടൈപ്പ് ഓഫ് ട്രിപ്പായിട്ടൊക്കെ വരണം ഭയങ്കര ആഗ്രഹമുണ്ട്. അടുത്തൊരു യാത്ര കുറെ വില്ലേജസ് ഒക്കെ കയറി അങ്ങനെയൊക്കെ വേറൊരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. കാരണം നമുക്കിപ്പോൾ 13.6 ഒക്കെ കിട്ടുന്നുള്ളു. 13.6 എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് മൈലേജ് കൊണ്ട്. ആഹാ, ഹൈവേ തീർന്നു. അങ്ങോട്ട് നോക്കി കേക്കാലോ. ഹൈവേ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, അവിടെ എന്താ ബ്രിഡ്ജിന്റെ പണി നടക്കുവാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് മാത്രം സൈഡിലൊരു ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. ഇനി ഫുൾ കൊറേ ദാബാസ് ഒക്കെ കാണുമായിരിക്കും അല്ലേ? ചേട്ടൻ വിളിക്കണം. ചേട്ടൻ അങ്ങാട് വന്നേ. ചോളം ഫുൾ കൃഷിയാണ് ഇവിടെ. ചോളമാണ് ഫുൾ കൃഷിയാണ് ഗൈസ്. ചോളത്തിന്റെ ഇലയൊക്കെ എന്തിനൊക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ട്. കൊറേ പേര് വണ്ടിയിൽ വെച്ച് ചോളത്തിന്റെ ആ ഇത് കൊണ്ടുപോകും. ഇവിടെ മറ്റേ കാളയും പശുവൊക്കെ ഇല്ലേ, ആയിരിക്കും. അറിയാന്നൊക്കെ എന്താ പറയണത്. അതിന് പൊട്ടത്തരോടാണെന്നൊന്നും അറിയില്ല. അല്ല കുഞ്ഞ കമന്റ് നമ്മള് ബ്ലോക്കിൽ പെട്ടു ഗൈസ്. കാളവണ്ടി ചേട്ടൻ കാളനെ പേടിപ്പിച്ച് കൊടുക്കുന്നു. ഫുള്ള് ബ്ലോക്ക് ആക്കും. പോട്ടെ ഇവിടെ കാളവണ്ടി കാളയുടെ വണ്ടി. കവിന്റെ ഹൃദയം. ഞാന് നിമിഷ കവിയാണ്. ഗായ്സ്, ഇവിടെ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇവിടെ ഒരു ബസ് മറിഞ്ഞ് പടത്തേക്ക് കിടന്നു. അപ്പുറത്തെ സൈഡിൽ അവിടെ നിറച്ച ആൾക്കാർ കൂടി നിൽക്കുക. പെട്ടെന്ന് കണ്ടോണ്ട് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഹൈവേ അല്ല, ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് 90 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്.
സ്പീഡ് ഒന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോ. ഇത്രയും ഹൈവേ ഇങ്ങനെ നടക്കണോണ്ട് ഒരുപാട് പേര് സ്പീഡിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോ ബ്രേക്ക് പോവാം. കാരണം ഇത്രയും കിലോമീറ്റർ ആണ് നമുക്ക്. ഇനിയും വേണ്ട 61 കിലോമീറ്റർ തന്നെ ഈ വഴി. NH48 ആട്ടത്. NH40 നമ്മളവിടെ 47 അല്ലേ? 47 ഒക്കെ മാറി ഇപ്പൊ. പണ്ടത്തെ 47 വേറെന്തൊക്കെയായി. NH17 മാറി. വേറെന്തൊക്കെയാ പേരുകൾ. അത് ഇത്രയും വലിയ ഹൈവേ കൂടി പോരുമ്പോഴത്തേക്ക് അടിച്ച് പറന്നങ്ങട് വരും. കൺട്രോൾ ചിലപ്പോ പോവാം. ചിലപ്പോ ഒരു കാറ് വേണമെങ്കിൽ സൈഡിൽ കൂടി വരാം. കാറ് വേണമെങ്കിൽ സ്പീഡിൽ വന്നെയായിരിക്കും. പെട്ടെന്ന് നമുക്ക് വെട്ടിക്കാൻ പറ്റിയെന്ന് വരില്ല. കൺട്രോളൊക്കെ പോവാം. ഒന്നും പറ്റാതിരിക്കട്ടെ. എല്ലാവരും ഈ വഴി വരുമ്പോ സേഫായിട്ട് റൈഡ് ചെയ്യുക, ഹാപ്പി ആയിട്ട് റൈഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക റൈഡ്. ഇതാ ഇവിടെ തൊണ്ടുള്ള കപ്പലണ്ടി ഉണ്ട്. ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടാ. 30 30 रुपये 30 रुपये 1 डब्बा हाँ केजी 80 50 ആയിരിക്കും. പൈസ സീറോ. ആ നമുക്ക് പൈസ എത്ര കാണിക്ക? 50 ആ 80 ആ. മറ്റേ ഇതാണ്, മറ്റേ വറുത്തല്ല, പച്ച മറ്റേതാ. പച്ചയാ? ആ ഒരെണ്ണം നമുക്ക് വറക്കാലോ. ചേട്ടാ നമ്മള് ഈ വഴി തന്നെ നേരെ പോകുമ്പോ അങ്ങോട്ടും കൊറേ പറമ്പുകളാ. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം നോക്കണേ. തിരിച്ചു പോവാ. ഈ റോഡ് തന്നെ നേരെ പോകുമ്പോ ഫുള്ള് കുറെ പറമ്പ് പോലെ കാണുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. പോത്ത് വിളിക്കണം. പോത്ത് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കുക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലം നോക്കി പോണേണ്. ഇവിടെ നല്ല സ്ഥലമായിരുന്നല്ലോ. ഈവനിങ് ഒക്കെ ആയിരുന്നു. നമുക്ക് നല്ല രസമുള്ള സ്ഥലമാട്ടാ. പതിനൊന്ന് 29 തുടങ്ങി ഞങ്ങള് നോക്കാൻ തുടങ്ങിയതാ. ഇത് നോക്കിയേ, 12:24. തിരിച്ചു പോകൂ ഒന്ന് പോകൂ. എന്റെ തൊണ്ട ഇടക്ക് റെഡിയാവുമ്പോ ഇടക്ക് ഡൗൺ ആവും. എന്നാ നമുക്ക് തിരിക്കാം. ഗായ്സ് നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ഇനിയിപ്പോ അങ്ങനെ കുക്കിങ്ങിനൊരു ടൈമൊന്നും വെക്കണ്ട. നേരെ പോവുക. നല്ല സാധനങ്ങൾ എപ്പോൾ കണ്ടാലും അപ്പം നിർത്തി കുക്ക് ചെയ്തോളുക. കാരണം എപ്പോഴും നമുക്ക് സ്ഥലം കിട്ടുന്നെന്ന് പറയാൻ പറ്റില്ല. ചേട്ടാ ഇതിനുള്ളിലേക്ക് ഒരു വഴിയുണ്ടല്ലോ. പക്ഷെ അതൊക്കെ നാടാണോന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് കയറിയട്ടെ. ആകെ അവിടെ ഒരു വീടുണ്ട്. അല്ലെന്നാണെങ്കിൽ നമുക്ക് ആ തണലിന്റെ അവിടെ സെറ്റ് ആക്കാൻ ഒന്നും നടപടിയായില്ല. ഒരു സ്ഥലവും സെറ്റായില്ല. സ്ഥലങ്ങളുണ്ട്, പക്ഷെ എല്ലായിടത്തും ഓപ്പൺ പ്ലേസ് ആണ്. നമുക്ക് വെയിലാണ്. നല്ല ലൊക്കേഷനൊക്കെ ഉണ്ട്. നമ്മള് വാങ്ങിക്കാൻ വിട്ടുപോയ ഒരു സാധനമാണ് അത്. ക്യാമ്പിങ്ങിന്റെ ഒരു ടെന്റ് മൂട് സാധനം ഉണ്ടല്ലോ, വണ്ടിന്ന് ക്യാമ്പ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഗൈസ് അറ്റ് ലാസ്റ്റ് സ്ഥലം കിട്ടി. എൻ്റെ സൗണ്ടൊക്കെ റെഡി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ രാത്രി ആ സീനാവും. ഫുഡ് കഴിച്ചിട്ട് അളിയനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കണം. കുറച്ച് നേരം ഞാനിവിടെ കുറേ കിടന്നങ്ങടെ ഉറങ്ങാന്ന് വിചാരിക്കണം. അപ്പം അത് നോക്കി ഇതാണ് ലൊക്കേഷൻ. ഹൈവേ തന്നെ ഇതാണ്ട, ഹൈവേ പോണ്. അവസാനം നമുക്ക് സ്ഥലം കിട്ടി. നമുക്കിനി ചെറിയ ടാസ്ക് ഉണ്ട്.
ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം. ഇതിന്റെ അടിയിലാണ് സ്റ്റൗ ഇരിക്കുന്നത്, ഗ്യാസ് ഈ സൈഡിൽ. ഗായ്സ് ചേട്ടാ ഇവിടെ ടേബിളൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കുക്ക് ചെയ്യാൻ. ടേബിൾ വിത്ത് ചെയർ സെറ്റ് സാധനം അല്ലേ? സെറ്റാണല്ലോ. അപ്പൊ സ്പോൺസേർഡ് ബൈ അമരട്ടെ. ഓ നൈസ്, അടിപൊളിയാണോടാ സെറ്റ്. അപ്പൊ എല്ലാവർക്കും ഇരിക്കാനുള്ള ചെയറും റെഡി, ടേബിൾ റെഡി, ഇനി ഫുഡ് മാത്രം റെഡി ആയിട്ട്. അതെ, ഒരു കാട് പോലത്തെ സ്ഥലം കൂടി പൊളിച്ചേനെ. പക്ഷെ ഇതൊക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, സെറ്റ് സ്ഥലം. ഞങ്ങൾ ഇന്ന് ചോറ് കറികളൊന്നും വെക്കുന്നില്ല. അതെ, ബിരിയാണിയാണ്, ബിരിയാണി. ഞങ്ങൾ റെഡി ടു കുക്ക് ആ സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്ന് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ കുറേ നേരം സമയം എൻ്റെ സ്ഥലം തപ്പി നടന്നു പോയി. ഇവിടെ ഫുള്ള് ഉറക്കമായിരുന്നു. ക്ഷീണം മാറടി, ഇച്ചിരി മാറിയിട്ടുള്ളോ? ആ കൊള്ളാം. ഗായ്സ് ഇതാണ് ചിക്കൻ ബിരിയാണി. നമ്മൾ ഇന്ന് ഇതാട്ടോ കഴിക്കുന്നത്. ഇത് എത്രയാ? 225. ഗൈസ്, അപ്പൊ നമ്മുടെ കുക്കിങ്ങിന്റെ തീ കൊളുത്തൽ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുവാണ്. തിരികൊളുത്തൽ ചടങ്ങ്. നോയ് മോന്ത അങ്ങനെ മാറ്റി നോക്കടാ. കാറ്റാണ്, കാറ്റ് കാറ്റ്. ഗൈസ്, നമ്മുടെ ടേസ്റ്റിന്റെ ചിക്കൻ ബിരിയാണി പാക്കറ്റ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം. ഇതാ പാക്കറ്റ് കേട്ടാ. ഇത് നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നു. അപ്പൊ ഇത് ചൂടാവും, പൊട്ടിക്കുന്നു, കഴിക്കുന്നു. ചിക്കൻ കറി ഒന്നും കാണുന്നില്ലല്ലോ. ചൂടാക്കിയതിന് കുഴപ്പമൊന്നുമില്ല, തിന്നാ. ഡാഡിന്റെ ഈ പച്ചു വഴക്ക് വാങ്ങിക്കാള് സ്വന്തം ചേട്ടന്റെ. ഞാൻ കട്ട് ചെയ്തില്ല, ഇത് മുറിച്ചപ്പോ അതിന്റെ ഉള്ളിൽ കൊണ്ടാന്ന് റെക്കോർഡിങ്ങിലായിരുന്നു. ഇതൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞാ. ഒന്നതേ അവള് കീറി, എനിക്കാണെങ്കിൽ ദേഷ്യം വേണ്ടട്ടാ. മറ്റേ സാധനം ഇവിടെ തിന്നള്, ഞാൻ തിന്നാതിരിക്കണായിരുന്നു. എന്നിട്ട് കുറെ നേരം വേണ്ട തിന്നാൻ വേണ്ടിയാണ് ടേസ്റ്റ് നിബിൾസ് സെറ്റ് ചെയ്തത്. കീറിയോക്കേണ്ട ഉണ്ട്. ഞാൻ എല്ലാ സാധനവും വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ജാറ് ലീക്കായി വെള്ളമൊക്കെ പോയി ഇതൊക്കെ നനഞ്ഞിരിക്കണായിരുന്നു. അതുകൊണ്ട് ഇന്ന് പിള്ളേരെ ഒന്നും വണ്ടി കയറ്റാണ്ടായി. എല്ലാ സാധനങ്ങളും ഇറക്കി വണ്ടിയിൽ നിന്ന് 3 ബിരിയാണി പൊട്ടിച്ചിട്ട് ഇതേ ആകെ ഇത്ര ഉള്ളട്ടോ. അയ്യോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഗൈസ്, ചേച്ചിയുടെ അളിയന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അളിയ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വെരി ഗുഡ് ബോയ്. ചിൽഡ് വെള്ളമാണ്, ചിൽഡ് വെള്ളം. അടുത്ത പ്ലേറ്റ് എടുക്കും. ഇങ്ങനെ സാപ്പിടാൻ വേണ്ടി കരിക്കും ഗൈസ്. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുന്ന സ്ഥലമുണ്ട്. ഈ ഹൈവേ കൂടിയാണ് നമ്മൾ ഓടിച്ച് അങ്ങനെ പോയിട്ട് പിന്നെ ചുറ്റിക്കറങ്ങി വന്നാണ്. ഇതുണ്ട്, ഇനി എല്ലാ ബെഡൊക്കെ സെറ്റ് ചെയ്യണം. എന്തായാലും ഫുഡ് കഴിച്ചതിന്റെ ഒരു ആക്ടിവിറ്റി. ട്രിപ്പ് ഇറങ്ങിയ പിന്നെ എല്ലാ മൂല്യമാണല്ലോ ഭയങ്കര. വെള്ള മൂല്യം, ഫുഡ് മൂല്യം, മൊത്തത്തിലെ മൂല്യം. ആ പ്ലേറ്റ് പറഞ്ഞ താഴെ തട്ടരുത് കേട്ടോ നോക്കൂട്ടാ. നമുക്ക് ബിരിയാണി, ബിരിയാണി ഉണ്ട്, പുലാവുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് കഴിക്കാനുള്ളത് ഇതേ ചിക്കൻ ബിരിയാണിയും പുലാവും, പിന്നെ എന്താണ് തക്കാളി മുറുക്ക, തക്കാളി മുറുക്ക്, ഇഞ്ചിക്കറിയൊക്കെയാണ് നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത്. ഇതൊക്കെയാണ് കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴുള്ള കലാപരിപാടികൾ. ഗൈസ്, അപ്പോൾ അതെ ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ എക്സ്പീരിയൻസിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം ഫുഡിൻ്റെ ക്വാണ്ടിറ്റി അവൻ കുറച്ച് കുറവായിരുന്നു.
പക്ഷെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് നല്ലൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ നിർത്തിയിട്ട ഈ ലൊക്കേഷനും ഭയങ്കര അടിപൊളി സ്ഥലം തന്നെയായിരുന്നു. ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ ഒരു ലോറിയൊക്കെ ക്യാമ്പ് ചെയ്യണ ഒരു സ്ഥലത്ത് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം. ടേസ്റ്റി നിബിൾസിനെ പറ്റി എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി കുറവാണ്. ക്വാണ്ടിറ്റി ഇല്ല. നമ്മളിന്ന് 3 ബിരിയാണി അല്ലേ, 3 ബിരിയാണി പാക്കറ്റ് ഒരു പുലാവും, പക്ഷെ എന്നാലും എല്ലാവർക്കും സഫീഷ്യന്റ് ആയിട്ടില്ല. ഒപ്പിച്ചെടുത്തു അല്ലേ? അതെ, ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, കുറച്ചെന്നല്ല അത്യാവശ്യം കുറവ് തന്നെയായിരുന്നു. ആ ഒരു എമൗണ്ട് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കുള്ള 180 റുപ്പീസാണ് നമുക്ക് വരുന്നത്. നമുക്കൊരു 150 റുപ്പീസിന് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞങ്ങളുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ചാനൽ സബ് ചെയ്ത് തന്നെ കാണുക. അടിച്ചു പൊട്ടിക്കണം കേട്ടാ. ബൈ ബൈ.